السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين أما بعد. ഈ മഹത്തായ സംഗമത്തിന് അധ്യക്ഷൻ ഉയർന്നരായ കൊടുമല ഇമാം ഉസ്താദ്, വേദിയിലുള്ള മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഇവിടെ സന്നിധരായിട്ടുള്ള സഹോദരങ്ങൾ, വിഷയസംബന്ധമായുള്ള ചർച്ചകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധമുള്ളവരും ഒന്നുകൂടി ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉത്ബുദ്ധരായിരിക്കുക. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹബീബായ ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അതാണ് നമ്മുടെ ഏറ്റവും വലുത്. മുത്തനബി തങ്ങൾ അനാഥയെ സംരക്ഷിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അനവകാഫിൽ യതീം ഫിൽ ജന്നത്തി ഹക്കദ എന്ന് ഇത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രണ്ട് വിരലുകൾ ചേർത്തുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അനാഥകൾ എവിടെയാണെങ്കിലും അത് കേരളത്തിലെന്നോ ഇന്ത്യയിലെ മറ്റെവിടെയെങ്കിലെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ എന്നോ വ്യത്യസ്തതയില്ലാതെ മുസ്ലിം അന്യോന്യം സഹോദരങ്ങൾ ആ അനാഥകളെ സംരക്ഷിക്കുന്ന ബാധ്യത കഴിഞ്ഞ കാലങ്ങളിൽ നിലനിർത്തിപ്പോകുന്നത് പോലെ ഇനിയും അത് നിലനിർത്തേണ്ട കാര്യങ്ങളിൽ നാമൊക്കെ ഇനിയും സജ്ജരാണ്. അതിനെതിരെ വരുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിനെ പ്രതിരോധിക്കുകയും അതിന്റെ നിയമപരമായ മുന്നോട്ട് പോകേണ്ടടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഈ അവസരം പ്രത്യേകം ഉണർത്താറുള്ളത്. കൂടാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം പലരും ആക്ഷേപിക്കുന്നൊരു കാര്യമുണ്ട്. അനാഥശാലകളൊക്കെ ഇവിടെ നടത്തുന്നു, ഇവിടെ മനുഷ്യത്വമുള്ളവരാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ വലിയ വലിയ കലാപങ്ങൾ നടന്നു. മനസ്സ് മരവിച്ചതായ പലരുടെയും അക്രമങ്ങളും കലാപങ്ങളും കണ്ടു. അവിടെയുണ്ടായിരുന്ന പലരുടെയും ദയനീയ സംഭവങ്ങൾ നാം ദർശിച്ചവരാണ്. അവിടെയൊക്കെ സംരക്ഷണ ചുമതലയാണ് ഈ അനാഥശാലകളും അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തിലും അതിന്റെ കീഴടങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഇവിടെ തന്നെ നടത്തണമെന്നുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെന്നല്ല, കേരളത്തിന്റെ പുറത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നടത്തി പോരുന്നുണ്ട്. സമസ്തയുടെ ഉന്നത കലാലയമാണല്ലോ, സമസ്തയുടെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഉന്നത കലാലയമാണ് ദാറുൽ ഇസ്ലാം. അതിന്റെ കീഴിൽ ഇന്ന് ആസാമിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലൊക്കെ തന്നെ സ്വന്തം വിലക്കെടുത്തുകൊണ്ട് സ്ഥാപനങ്ങൾ നടത്തി അവിടെയുള്ളവരെ സംരക്ഷിക്കുന്ന രീതി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് നടത്തണമെന്നുള്ളതല്ല, ഇവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നടത്തിപ്പോരുന്നതിൽ ഇനിയുള്ള കാലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളെ പോലെ തന്നെ നാം മുന്നോട്ട് വരും. സർവശക്തൻ നമുക്കുള്ള എല്ലാ പ്രതിസന്ധികളും തീർന്ന് സർവശക്തൻ നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്സത്തോടെ ജീവിച്ചുമാട് മരിക്കുന്ന മുത്തഖീങ്ങൾ നാം ഇവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഇതോടെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.